കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിന് മഹത്വം കരയേറ്റുന്നു. നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം തന്ന ഒരു വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിലെ 12-13 വാക്യങ്ങൾ വായിക്കുകയാണ്. പിറ്റേന്നാൾ അവൻ ബെഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കുമാരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. യേശു കർത്താവ് ബെഥാന്യയിൽ നിന്നും കടന്നു വരുന്ന യാത്രയിൽ കർത്താവിന് വിശന്നു എന്ന് തിരുവെടുത്ത് പറയുന്നു. യേശുവിന് വിശന്നപ്പോൾ യേശു കർത്താവ് താൻ ദൂരവേ നിന്ന് ഒരു അത്തിവൃക്ഷം കണ്ടു. ആ അത്തിവൃക്ഷത്തിൽ ഫലം ഉണ്ടാകുമെന്ന് കർത്താവ് പൂർണ്ണമായിട്ടും വിചാരിച്ചു. അത് പ്രതീക്ഷയോടുകൂടെ കർത്താവ് അതിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്തിൽ ഇല മാത്രമേ കർത്താവ് കണ്ടുള്ളൂ. കർത്താവ് പ്രതീക്ഷിച്ചത് അതിനകത്തിൽ അത്തി പഴം കാണുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് കർത്താവ് അതിനെ നോക്കിക്കണ്ടത്. എന്നാൽ കർത്താവിന് അതിൽ നിന്നും അത്തിപ്പഴം ലഭിച്ചില്ല. കർത്താവ് അതിന് നോക്കിയപ്പോൾ അതിന് തഴപ്പുണ്ടായിരുന്നു. അനവധി ഇലകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ അത്തിവൃക്ഷം. എന്നാൽ അത് പുറപ്പെടുവിക്കേണ്ട ഫലത്തെ അത് പുറപ്പെടുവിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ പറയുന്നുണ്ട്, അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നു. അപ്പോൾ സീസണിൽ മാത്രം ഫലം കൊടുത്താൽ പോരാ, സീസണ് അപ്പുറത്തും ഫലം കൊടുക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആ അത്തിയെ നോക്കി, ഇനി നിന്നിൽ ഒരിക്കലും ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് അവിടുന്ന് പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും നോക്കുന്നത് ഫലമാണ്. നമ്മിൽ നിന്ന് കർത്താവ് ഫലം നോക്കുമ്പോൾ സീസണിൽ മാത്രം ഫലം കൊടുക്കുന്നവരായി നമ്മൾ ഒരിക്കലും തീരരുത്. കാരണം സീസണിലേക്ക് മാത്രം നട്ടിട്ടുള്ളവരല്ല ഓരോ ദൈവകുഞ്ഞും. ഓരോ ദൈവത്തിൻ്റെ പൈതലും, ഓരോ ദൈവകുഞ്ഞും സീസൺ അപ്പുറത്ത് എപ്പോഴും ഫലം കഴിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് എപ്പോൾ നമ്മളെ നോക്കുമ്പോഴും കർത്താവ് പ്രതീക്ഷിക്കുന്നത് തൻ്റെ മക്കളിൽ നിന്ന് ഫലമാണെന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. കാരണം കർത്താവിന് ഇല കിട്ടിയാൽ പോരാ, കർത്താവിന് ഫലം കിട്ടണം. പലപ്പോഴും ഇലയുടെ തഴപ്പുകൾ പല വ്യക്തികളിലും പല മേഖലകളിലും കാണുവാൻ സാധ്യമാകും. ഇലകളാൽ സമ്പന്നമായിരിക്കും, പക്ഷെങ്കിൽ ഫലം ഇല്ലെന്നുണ്ടെങ്കിൽ അത് കർത്താവിന് ഇഷ്ടമാകണമെന്നില്ല. നമുക്ക് കാണുന്ന ചില ഇലകളുടെ തഴക്കങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പലർക്കും കാണാം, നമ്മളിൽ കാണാം. ഇതൊക്കെ നല്ലത് തന്നെ, ഇല നിൽക്കട്ടെ. എന്നാൽ അതിനോട് കൂടെ ഫലം കൂടി കൊടുക്കുന്നവരായി തീരണമെന്ന് ആ വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ഭൗതികമായ സമ്പന്നത കൊണ്ട്, ഭൗതികമായ നന്മ കൊണ്ടൊക്കെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നന്മകൾ തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നിരിക്കട്ടെ.
അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നാൽ അപ്പോൾ തന്നെ നമ്മളിൽ കർത്താവ് ഫലമാണ് നോക്കുന്നത്. ഈ അത്തിയിൽ അതിന് കാണാൻ നല്ല മനോഹാരിതയായ ഒരു തടിയുണ്ട്, അതിന് ശാഖകളുണ്ട്, അതിന് ഇഷ്ടം പോലെ ഇലയുമുണ്ട്. എന്നാൽ അത് പുറപ്പെടുവിക്കേണ്ട അതിൻ്റെ ഫലത്തെ അത് പുറപ്പെടുവിക്കുന്നില്ല. അതിന് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് സീസണല്ല, ഇത് ഞാൻ ഫലം കൊടുക്കേണ്ട സീസണല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ അത്തിക്ക് പറയാം. എന്നാൽ ചോദിക്കുന്നത് ആരാണെന്ന് അത്തിക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും സർവശക്തനായ ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ നാം അശ്രദ്ധയുള്ളവരായി പോയാൽ യജമാനൻ ചോദിക്കുമ്പോൾ യജമാനന് ഫലം കൊടുക്കുവാൻ നാം തയ്യാറായേ മതിയാകത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കാണുവാൻ മനോഹാരിതയുള്ള ഈ അത്തി, നിറയെ ഇലയുള്ള ഈ അത്തി, അതിന് പറയുവാൻ തക്കവണ്ണം ഒരു പക്ഷെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കാണാം. നോക്കൂ, എൻ്റെ അവസ്ഥ കണ്ടോ, എൻ്റെ സാഹചര്യം കണ്ടോ, എൻ്റെ വലിപ്പം കണ്ടോ, എൻ്റെ ഇലയുടെ മനോഹാരിത കണ്ടോ, ഞാൻ തഴച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയാൻ ഈ അത്തിക്ക് ഒത്തിരി കഥകൾ കാണാം. എന്നാൽ അതിനപ്പുറത്ത് ഇത്രയൊക്കെ അത്തി നിന്നെ ദൈവം വളർത്തിയപ്പോൾ, ദൈവം നിന്നെ മാനിച്ചപ്പോൾ, ദൈവം നിനക്ക് ഉയർച്ച തന്നപ്പോൾ, ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയപ്പോൾ, നീ ഇത്രയൊക്കെ തഴച്ചു വളർന്നപ്പോൾ, ഉടിയവനായവൻ, നിന്റെ സൃഷ്ടിതാവായവൻ നിന്റെ അടുക്കൽ വന്നൊരു ഫലം ചോദിക്കുമ്പോൾ ആ ഫലം കൊടുക്കുവാൻ, ആ ഫലം നീ കാണാതെ ഇരിക്കുമ്പോൾ അത് ഉടയവന് അത് അംഗീകരിക്കുവാൻ സാധ്യമല്ല. കാരണം ഉടയവൻ എന്തിനാണ് നിന്നെ നട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടയവൻ്റെ ആഗ്രഹം നിന്നിൽ നിന്നും ഫലം ഉണ്ടാകണമെന്നാണ്. കർത്താവ് നമ്മളെ ദൈവരാജ്യത്തിനകത്ത് ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ പാവങ്ങളെ കഴുകി നമ്മളെ മക്കളും അവകാശികളുമാക്കി ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം, നമുക്ക് ഈ ഭൂമിയിൽ എല്ലാ നന്മകളും സർവശക്തനായ കർത്താവ് തരുമ്പോൾ അത് സന്തോഷത്തോടെ നമുക്ക് അനുഭവിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നല്ലത് തന്നെ. എന്നാൽ ആ നന്മകളെ തരുന്ന, ആ ഉയർച്ചകളെ തരുന്ന, ആ അനുഗ്രഹങ്ങളെ തരുന്ന നമ്മുടെ കർത്താവിന് തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് ഫലങ്ങളുണ്ടായിരിക്കണം. ആ ഫലമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന എല്ലാ നന്മയുടെയും പിറകിലുള്ള ആ പദ്ധതികൾ പ്രയോജനരഹിതമായി തീരും. അതായത് സ്തോത്രം, ദൈവം നമുക്ക് തരുന്ന ഓരോ നന്മകളും നമുക്ക് സ്തോത്രം പറഞ്ഞ് അനുഭവിക്കാം. നമുക്ക് തരുന്ന വീട്, നമുക്ക് തരുന്ന വാഹനം, നമുക്ക് തരുന്ന മക്കൾ, നമുക്ക് തരുന്ന നല്ല വിദ്യാഭ്യാസം, നമുക്ക് തരുന്നതായ ഉയർന്നതായ പദവികൾ, ഇതെല്ലാം സ്തോത്രത്തോടെ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുവാൻ എപ്പോഴും ഇടയാകണം. നല്ല കാര്യമാണ്, ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകണം. എന്നാൽ നമ്മളിൽ നിന്നും ഈ നന്മകളെല്ലാം നമ്മൾ കർത്താവിൽ നിന്ന് അനുഭവിക്കുമ്പോൾ, കർത്താവ് അത് സ്വീകരിക്കുമ്പോൾ, കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മളിൽ ഫലമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായും ജഡീകത്വത്തിലേക്ക് വീണുപോകും. അതായത് ജഡീകരായിട്ട് നമ്മൾ മാറും. ഈ ഭൗമലോകത്ത് തന്നെ ജീവിച്ച് അതിൻ്റെ സുഖങ്ങളിൽ, അതിൻ്റെതായ ഇഷ്ടാനിഷ്ടങ്ങളിൽ നമ്മൾ ആകൃഷ്ടരായി നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അത് കർത്താവ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് മൊത്തം തൻ്റെ മക്കളിൽ നിന്നും ഫലം പുറത്തു വരണം. സ്തോത്രം. ആ ഫലം കർത്താവിന് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അത് കർത്താവ് എപ്പോൾ വേണമെങ്കിലും തരാം. എൻ്റെയോ നിങ്ങളുടെയോ സമയത്തല്ല കർത്താവ് ഫലം തരുന്നത്. സീസണിൽ വന്ന് ഫലം തരുന്നവനുമല്ല കർത്താവ്. ഉപവാസ പ്രാർത്ഥനകളിൽ മാത്രം ഫലം തരുവാൻ വരുന്നവനല്ല യേശു കർത്താവ്. കർത്താവ് ഏതു സമയവും വന്ന് ഫലം നോക്കാം. ആ ഫലം നോക്കുന്ന സമയം തൻ്റെ മക്കളിൽ ഫലം കാണണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നമ്മൾ ശ്രദ്ധയോടെ മുൻപോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ദിനവും ഫലം കൊടുക്കുവാൻ ഇടയായിത്തീരും. അതെ, യേശുനാഥൻ
ദിനവും നമ്മളെ നോക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദിനം പ്രതി നമ്മളെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫലം കായ്ക്കും കായ്ക്കും കായ്ക്കുമെന്ന പ്രതീക്ഷയോടെ യേശു കർത്താവ് നമ്മളെ നോക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ വേണം നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ. ദൈവം തരുന്ന എല്ലാ നന്മകളും സ്തോത്രം പറഞ്ഞ് സന്തോഷത്തോടെ അത് അനുഭവിച്ചാട്ടെ. സ്തോത്രം, അത് ഏറ്റവും ദൈവം തരുന്നതല്ലേ, എല്ലാത്തിനും നന്ദി പറയണം. ആ സമയം തന്നെ മറന്നു പോകാത്ത ഒരു വലിയ കാര്യം കർത്താവ് ഇതിൽ നിന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കർത്താവ് പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ഫലം കൊടുക്കണം. സ്തോത്രം. ഇതിന് ശേഷമായിട്ട് അവരങ്ങ് പോയി. എന്നാൽ അവർ തിരിച്ച് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ കർത്താവ് നോക്കിയ ഈ അത്തിയെ നോക്കി. ഈ അത്തിയെ നോക്കിയപ്പോൾ ആ അത്തി അവിടെ ഉണങ്ങി നിൽക്കുന്നത് കാണാം. സ്തോത്രം. ആ അത്തി അവിടെ ഉണങ്ങി നിൽക്കുകയാണ്. ഇവിടെ വലിയൊരു ചിന്ത നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ തലേ ദിവസം പോയി, പിറ്റേ ദിവസം അവർ വരുന്നു. ഒരു 24 മണിക്കൂറോ അല്ലെങ്കിൽ സ്വല്പം കൂടി ആയിക്കോട്ടെ, ഇത്രയും സമയം കൊണ്ട് അവിടെ ശക്തമായ ഇലകളോടുകൂടെ നല്ല ആരോഗ്യത്തോടുകൂടെ നിന്നിരുന്ന ആ അത്തി ഉണങ്ങിയിരിക്കുന്നു. ബൈബിൾ പറയുന്നു, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: കർത്താവേ, അത് വേരോടെ ഉണങ്ങിയിരിക്കുന്നു. അവിടെ ഒരു പദം നമ്മൾ ശ്രദ്ധിക്കണം, അത് വേരോടെ ഉണങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ചിന്തയിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരും. നമുക്ക് ചോദിക്കാം, ശിഷ്യന്മാരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വേര് ഉണങ്ങിയെന്ന് മനസ്സിലായത്? ഇതിൻ്റെ വേരുണങ്ങിയത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? പ്രൈസ് ഗോഡ്. നിങ്ങളത് പിടിച്ചിട്ടോ? ഇല്ല. അതായത് എത്രയും ക്ഷണത്തിൽ തന്നെ ഈ പച്ചപ്പായിരുന്ന ഇലകളെല്ലാം കരിഞ്ഞു, ഇതിൻ്റെ തടി ഉണങ്ങി. കാരണം അങ്ങനെ ഒന്ന് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേന്ദ്രഭാഗത്തെ തൊടണം. അതിന് വെള്ളം വലിച്ചെടുക്കുന്ന വേരുകളെ തൊടണം. ആ വേരുകൾ ഉണങ്ങിപ്പോയി. സ്തോത്രം. ആത്മമണ്ഡലങ്ങളിൽ കയറുന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ ഉണക്കത്തിൻ്റെ കാരണം എവിടെയാണെന്നുള്ളത്. അതായത് ഇതിൻ്റെ വേരേൽ എന്ത് ചെയ്തു? ഉണക്കു പിടിച്ചു. ക്ഷണനേരത്തിൽ ഈ വൃക്ഷം ഉണങ്ങി എന്നേക്കുമായി അത് പ്രയോജനരഹിതമായി മാറി. നമുക്കറിയാം, വേദവാക്യമുണ്ട്, വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ടത് വെട്ടിയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ടത് പൊട്ടിക്കിളക്കും. അതായത് ഒരു വൃക്ഷം വെട്ടിയാൽ അതിന് പ്രതീക്ഷയുണ്ട്, പക്ഷെങ്കിൽ അതിന് വേരോടെ ഉണക്കിക്കഴിഞ്ഞാൽ അതിനൊരിക്കലും പ്രതീക്ഷയില്ല. അതായത് വെട്ടുന്നത് എപ്പോഴും അതൊന്ന് വളർച്ചയ്ക്ക് വേണ്ടിയാണ്, അതിനെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയാണ്. ശത്രു വെട്ടിയിട്ടാലും കിളിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. എന്നാൽ ഇവിടെ ഉടയവൻ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങി. നിന്നിൽ നിന്ന് ഒരു നാളും ഫലം കായ്ക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തന്നെ അതിൻ്റെ ജീവൻ അവിടെ അസ്തമിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് അനവധി ഫലം കായ്ക്കുവാൻ വേണ്ടി, അനവധി പേർക്ക് പ്രയോജനമായി തീരുവാൻ വേണ്ടിയാണ്. സുവിശേഷമൻ സത്യത്തെ അനേക ഇടങ്ങളിൽ അറിയിക്കുവാൻ വേണ്ടിയാണ്. ആത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും സൗമ്യതയും വിശ്വസ്തതയും ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ജയവും എല്ലാമുള്ള ഫലം പുറത്തേക്ക് കൊണ്ടുവരുവാനാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അന്യോന്യം സ്നേഹിക്കുവാനാണ്. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കും. കാരണം ഈ ഫലം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നില്ലെങ്കിൽ നമ്മൾ ഫലം കൊടുക്കുന്നവരെ അല്ല. അതുപോലെ തന്നെ നാം ക്ഷമിക്കുന്നവരല്ലെങ്കിൽ നമ്മളിൽ ഫലമുണ്ടാകത്തില്ല. ചില പച്ചപ്പുകൾ മാത്രമേ നമ്മളിൽ കാണത്തുള്ളൂ. ആ പച്ചപ്പുകൾ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്.
ഇവിടെ യേശു കർത്താവ് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. നിങ്ങളും വിശ്വസിക്കുക. ഏണ്ട് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ അത്തി ഉണങ്ങി ഇരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അതായത് കർത്താവ് ഒരു മലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് വലിയൊരു വിഷയത്തെ കാണിച്ചുകൊണ്ട്, ഒരു മരം ഉണക്കുന്നതല്ല, അതിനേക്കാൾ അപ്പുറമുള്ള, അതായത് നീങ്ങാൻ പറ്റാത്ത, നീങ്ങുകയില്ല എന്ന് പറയുന്ന ഒരു പാറയോട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയോട്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ വിഷയത്തോട് മാറുവാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. എന്തു വേണം? നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ കർത്താവിൽ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി പ്രതിസന്ധികളിൽ കടപ്പോകുന്നവരാകാം. ഒരുപക്ഷെ നിങ്ങൾ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവരാകാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്താൽ ആ രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മാറും. ആ പ്രശ്നം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. ആ വലിയ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. എന്ത് വിഷയമാണോ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്, എന്ത് വിഷയമാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറ, ഏ മലയെ, ഏ പ്രശ്നമേ, ഏ രോഗമേ, ഏ തടസ്സമേ, ജോലിയിലുള്ള തടസ്സമേ, കുഞ്ഞുങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളുടെ തടസ്സമേ, നീ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുക. വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരണം. വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിലോ വായ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വേണം ഇത് പുറത്തേക്ക് പോകുവാൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫലം കൊടുക്കുന്നവരും, അതുപോലെ മലകളെ നീക്കുന്ന ശക്തമായ വിശ്വാസത്തിൻ്റെ ഉറവകളുമായി കർത്താവ് നിങ്ങളെ തീർക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദൈവജനത്തെ, ഈ കേൾക്കുന്നവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ ഫലം കൊടുക്കുന്നവരായി തീരട്ടെ. ഫലം പുറത്തേക്ക് വരട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അവരുടെ ജീവിതത്തിൽ മുമ്പുള്ള പ്രതിസന്ധികളാകുന്ന ചില മലകൾ അത് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിൽ ഒരു ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് വിടുതലുകൾ സംഭവിക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ മേഖലയിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. ഏതു മലയാണോ ഇന്ന് ഈ സമയം അവരെ ഭാരപ്പെടുത്തുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അത് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ അവിടെ വ്യാപരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് നന്ദി പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരെ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.